ആവർത്തിച്ച് എത്ര ചോദ്യങ്ങൾ മുഴങ്ങിയാലും അതിനോട് ചെവി അടച്ചിരിക്കാനുള്ള ഒരു സവിശേഷ സിദ്ധി ഇതിനകം കൈവന്നു കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നത്? ദാ നോക്കൂ, മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇടത് വിരുദ്ധത, പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ താല്പര്യം, നിങ്ങളുടെ ഭരണകക്ഷി MLA പറഞ്ഞാൽ നിങ്ങൾ ഏത് കൂട്ടിൽ കൊണ്ടുപോയി കെട്ടും അതിനെ? അല്ല മാധു, ഇവിടെ മാധ്യമ വിചാരണ ഏറ്റവും കൂടുതൽ നേരിടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളവരും ഈ പാനലിലുള്ള മറ്റുള്ളവർക്കും ബോധ്യമാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിൽ മാധ്യമങ്ങളുടെ പരിലാളങ്ങളിലുള്ള വാത്സല്യങ്ങളെ കിട്ടാതെ കണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ സാധനം കിട്ടിയിട്ടുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM. അതുകൊണ്ട് CPM-നെ വിചാരണ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഇവിടെ പൊതുസമൂഹം എന്നും പറഞ്ഞൊരു വിഭാഗമുണ്ട്, ഏതാണ്ട് 3.25 കോടി വരുന്ന കേരളത്തിലെ ജനങ്ങൾ. അത് പലതവണ CPM-ന്റെ സത്യസന്ധതയെയും രാഷ്ട്രീയ ആർജവത്തിനെയും കേരളത്തിലെ ജനങ്ങളെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഈ പാർട്ടി നടത്തിയിരിക്കുന്ന സേവനങ്ങളും ക്രമസമാധാന രംഗത്ത് ഈ രാജ്യത്തെ 1-ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ വസ്തുതകളും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അവിടെ നിങ്ങൾ വിചാരണ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. മാധ്യമങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു മാനസിക പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? തെറ്റുവെന്ന് സംഭവിച്ചത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ആർജവം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ PV അൻവറിന് ഉദാഹരണം എടുക്കൂ. ബഹുമാനപ്പെട്ട PV അൻവർ കുറേ വിഷയങ്ങൾ പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പറല്ല, അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ്. പാർട്ടിയുടെ നിയമസഭാ കക്ഷിയിടുന്ന ഒരു അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയുള്ള സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മുഴുവനും ഈ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയായിരുന്നല്ലോ. അത് കോൺഗ്രസോടെ കൈയൊഴിയത്തില്ലേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ 3-4 കാര്യങ്ങൾ നമ്മൾ ഉദാഹരണം പറയാം. സ്വന്തം പാർട്ടിയിലെ MLA-മാരെ തള്ളി പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇവിടെ പാർട്ടി എന്താ ആദ്യത്തെ നടപടി എന്താണ്? അടിസ്ഥാനരഹിതമാണ് എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. അപ്പൊ അതിനപ്പുറത്തേത് വരും എന്ന് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ മാധുവിന്റെ വ്യാഖ്യാനങ്ങളല്ലേ? അൻവറിന്റെ ആദ്യത്തെ പത്രസമ്മേളനം നടന്ന പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് മാധു ഞാനും ഒരു ചർച്ചയിൽ പങ്കെടുത്ത് തന്നെ സംസാരിച്ചത് അതിനെക്കുറിച്ച്. എന്താ അദ്ദേഹം പറഞ്ഞേ? സമൂഹത്തിൽ ചില ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് തെറ്റായ വാർത്തകൾ വരുന്നുണ്ട്, അവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കും, ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷിക്കും, ശക്തമായ ഇതിലുള്ള നടപടി സ്വീകരിക്കുന്നു പറഞ്ഞില്ലേ? ഞങ്ങളത് അൻവറെ തള്ളി പറഞ്ഞ മുഖ്യമന്ത്രി. കേരളത്തിലെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ്, അതിനകത്ത് ശരിയായ വശങ്ങളുണ്ട്, അത് അന്വേഷിക്കുമെന്ന് പറഞ്ഞു. പരാതി 2 പേർക്കും കൊടുത്തു. ആ പരാതി സ്വീകരിച്ചുകൊണ്ട് അവരെ നിലപാടെടുത്തു. LDF-ന്റെ കൺവീനർ പറഞ്ഞു. അപ്പോൾ അൻവറിനെ തള്ളിക്കളഞ്ഞോ? ഞങ്ങൾ ഇല്ലല്ലോ. ആ ആർജവം ഞങ്ങൾ കാണിച്ചില്ലേ? വേണമെങ്കിൽ ഇത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ അവരോട് പറയാൻ പറ്റത്തുള്ളൂ. ആ അൻവർ ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പറില്ലാതെ തള്ളിക്കളയാൻ മേലായിരുന്നോ? ഈ പാർട്ടി അത് ചെയ്തില്ല. എന്താ കാരണം എന്ന് അറിയാമോ അത്? അത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം കേരളത്തിൽ നടക്കുന്ന ഒരു ആർജവത്വമാണ്. ആളുകളോട് മുഴുവനും വിളിച്ചു പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ PV അൻവർ എന്ന് പറയുന്നത് ആരാണ് എന്ന്, PV അൻവറിനെ CPM ഇത്രകാലം എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന്, CPM-ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആയുധം എന്ന നിലയ്ക്ക് ഉപയോഗിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ബോധ്യം CPM-ന് തന്നെയാണെന്നേ. അൻവർ ഇത്രയും നിശ്ചയദാർഢ്യത്തോടെ ഇതിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തള്ളിപ്പറഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ നിന്നാണ് അവിടെയും ഇവിടെയും തൊടാതെ ആർക്കും വേദനിക്കാതെ, അൻവറിനും കുഴപ്പമില്ല, അജിത് കുമാറിനും കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ഒട്ടും കുഴപ്പമില്ല എന്ന് ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട്.